പരിപ്പ് കുതിർത്ത് വെച്ചത് നമുക്ക് രസവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിനെ അരച്ച് പാകാക്കി കൊണ്ടുവരാം. അടുത്തത് കുറച്ച് ഉഴുന്ന് വടയും കൂടി നമുക്ക് ഉണ്ടാക്കാം. ഉഴുന്നും കുതിർന്ന് കഴുകി വാരി നമുക്ക് അടിക്കാൻ വേണ്ടി മിക്സിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉഴുന്നും അരച്ചിട്ട് വരാം, പരിപ്പും അരച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കി നിങ്ങളെ ദീപാവലി സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് പരിപ്പ് നല്ലോണം അരച്ചെടുത്തു, ഉഴുന്നരച്ചെടുത്തു. അപ്പോൾ ഈ ഉഴുന്നരയ്ക്കുമ്പോൾ ചെറുതായിട്ട് വെള്ളം തളിച്ച് അരച്ചെടുക്കണം കേട്ടോ. എങ്കിൽ നമുക്ക് ഉഴുന്ന് വടയുടെ ഷേപ്പിലുണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. പരിപ്പും അതുപോലെ തന്നെ ഒരുപാട് കണ്ടാൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ലോണം അരഞ്ഞിട്ടില്ല, എങ്കിലേ നമുക്ക് ആ ഒരു വടയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് എന്തോ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇതിന് ഉരുളാക്കണം. അതിന് മുമ്പ് ഇതിന് ചേർക്കേണ്ട സാധനങ്ങളെന്ന് പറയുമ്പോൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഈ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്തുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഇത് സത്യം പറയുകയാണെങ്കിൽ ഈ പരിപ്പ് വട ഉണ്ടാക്കേണ്ടത് ദീപാവലിയുടെ തലേ ദിവസമാണ്. ഇന്ന് ദീപാവലി അല്ലേ, തലേ ദിവസം വൈകിട്ട് ആണ് നമ്മൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി കണ്ട് ഞാൻ ചെയ്തു വരുന്നതും അങ്ങനെയാണ്. പക്ഷേ ഇന്നലെ എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പൊന്മുടി ട്രിപ്പ്. അതാണ് എൻ്റെ സൗണ്ടും പോയി. സത്യം പറഞ്ഞ ഒരു അമേസിങ് ട്രിപ്പായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ട്രിപ്പ് വിശേഷങ്ങളെല്ലാം ഞാൻ ഇട്ടുതരാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇതും കൂടി ചെയ്യേണ്ടി വന്നു. സാരമില്ല, അടിച്ചു പൊളിച്ചതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് പോയത് കാരണമാണ് ഇന്ന് ഈ സമയത്താക്കി. അല്ലെങ്കിൽ വൈകിട്ട് ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കി ഉടനെ ചൂടോടെയൊക്കെ കഴിച്ചിട്ട് പിന്നെ രസത്തിൽ ഇട്ട് വെച്ചിരുന്ന് രസം ഇവിടെ ഉണ്ടാക്കലാണ് പതിവ്. ഇത് ദീപാവലി സ്പെഷ്യലായിട്ട് എൻ്റെ അമ്മ കാണിച്ചു തന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇന്ന് വരെയും വരുന്നത്. രസം ഇവിടെ ഉണ്ടാക്കുക, ചമ്മന്തി, ഇഡ്ഡലി, സാമ്പാർ, ഇങ്ങനെ എല്ലാം കൂടിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ദീപാവലി ദിവസം നല്ലോണം എണ്ണയൊക്കെ തേച്ച് കുളിച്ച് വന്നൊരു കാപ്പി കൂടി അതൊരു ഇതായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് രസത്തിനും സാമ്പാറിനും ഒക്കെ കൂടെ ആയിട്ട്. അപ്പം ഇങ്ങനെ എല്ലാം നമ്മളിതിപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം നമുക്ക് പാകപ്പെടുത്തി കൊണ്ടുവരണം. ആദ്യം ഞാൻ പോയി ഇഞ്ചിയും ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാറിനും കൂടെ അങ്ങ് അടുപ്പിൽ വെച്ചിരിക്കാം. പരിപ്പ് കഴുകി റെഡിയാക്കി കുക്കറിലിട്ടു. ഇനി നമുക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കത് വേവാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഇതിനെയും വെന്തിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഇഡ്ഡലി വിശേഷ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ദീപാവലിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മയൊക്കെ ചെയ്തതെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ വെറും മാവല്ല, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചതച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അതെല്ലാ ദിവസവും നമുക്കങ്ങനെ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷേ എങ്കിലും ഈ ദിവസങ്ങളിൽ ഞാൻ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതും കൂടെ ഇട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എപ്പോഴുണ്ടാക്കിയാലും അങ്ങനെ ഒരു നല്ല മണവും നല്ല ഒരു ഇതൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേകതയാണ്. അപ്പം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ സൗണ്ട് ഒട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിലോട്ടെല്ലാം എടുത്തിടാം. ഇപ്പോൾ ഈ രസത്തിൻ്റെ പരിപ്പോടെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇതൊന്നും ഇടണ്ട കേട്ടോ. ഇഞ്ചിയൊക്കെ എന്നുവെച്ചാൽ രസത്തിലിടാൻ പോയില്ല. എന്നാലും നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അടുത്ത നമ്മുടെ ഉഴുന്ന് വടക്കി ഇട്ട് കൊടുക്കാം. അതിൽ ഇച്ചിരി കൂടുതലിരുന്നോട്ടെ. അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ കറിവേപ്പില നേരത്തെ ഞാൻ പറഞ്ഞില്ല, പക്ഷെ അതും കൂടി വേണം കേട്ടോ. നല്ലൊരിതാണ്. ഉള്ളി, ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് ഉരുളകളൊക്കെ ആക്കി കൊണ്ടുവരട്ടെ. ഇതിൽ കുറച്ച് പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ജീരകമല്ല, നമ്മുടെ മസാലയുടെ പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കണം. നല്ല ഫ്ലേവർ ആയിരിക്കട്ടെ. ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി സെറ്റാക്കാം. ഇതേ ഒരു കാര്യം പറയാൻ വിട്ടു, ഉപ്പിടാൻ മറന്ന് വയ്ക്കരുത് കേട്ടോ. ഉപ്പ് രണ്ടിനും ഇടുക. പിന്നെ ഇത് പരിപ്പ് വട എന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി മുളക് പൊടി ആവശ്യത്തിന് എരിക്ക്, പച്ചമുളക് പോരാ, മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കായം കണ്ടോ, കായം, മുളക് പൊടി, ഇത് ആവശ്യത്തിന് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്.
നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം ഇതിനെ കുഴച്ചുരുട്ടാൻ. ഞാൻ ഉരുളകളാക്കിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് കേട്ടോ. നല്ലതുപോലെ അങ്ങോട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഞെരടി അങ്ങോട്ട് യോജിപ്പിക്കുക. കണ്ടോ, ഈ മുളക് പൊടിയൊക്കെ നല്ല കളറൊക്കെ കിട്ടുള്ളൂ. കണ്ടോ നമ്മുടെ വടവാ കണ്ടോ ഇങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നല്ലോണം ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു കൈ കൊണ്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ. നമുക്കിനി സ്റ്റാൻഡിലൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് ഞാനെല്ലാം നിങ്ങളെ ഫുള്ളായിട്ട് കാണിച്ചു തരാം. സെറ്റായില്ലേ? ഇത്ര ഷേപ്പൊക്കെ പോയാൽ നമ്മൾ കഴിക്കുന്നില്ലേ? ഒക്കെ ശരിയാക്കിയിട്ടും നല്ല അടിപൊളി വടയാണ്. മായമില്ല, മന്ത്രമില്ല, ജാലവിദ്യകളൊന്നും തന്നെ ഇല്ലാതെ, ഒരു കെമിക്കൽസും ആഡ് ചെയ്യാതെ സ്വന്തം കൈയാലെ ഉഴുന്ന് വെള്ളത്തിയിട്ട് കുതിർത്ത് അരച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. അല്പസ്വല്പ ഷേപ്പിലൊക്കെ വ്യത്യാസം വരാതിരിക്കാം. അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ കഴിക്കുന്നതിൻ്റെ ക്വാളിറ്റി നോക്കണം, അതാണ് വേണ്ടത് കേട്ടോ. വലിയ കുഴപ്പമില്ല. എന്നാലും ഞാൻ നിങ്ങളോട് കൂട്ടിച്ചേർക്കണം. ഇനി കടയിലെ പോലെ ബൊമ്മൊഴിയൊന്നും ഇരിപ്പില്ല. അങ്ങനെ ഇരിക്കുന്ന എന്താ, അവർ സോഡാപ്പൊടി ചേർക്കും, പിന്നെന്താണ് മൈദ ചേർക്കും, അരിപ്പൊടി ചേർക്കും. അരിപ്പൊടി ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ, ക്രിസ്പി കിട്ടും. പക്ഷെ ഞാനിതൊന്നും ഇട്ടിട്ടില്ല. നല്ല നാടൻ ഉഴുന്നുവട. അപ്പം നമുക്ക് റെഡിയായിട്ട് അടുത്തത് കൊടുത്ത് ഞാൻ ഇനി അടുത്ത വട കാണിക്കുന്നില്ല. ഇതെല്ലാം കോരിയെടുക്കുന്നതേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റായിട്ട് വരാം. അങ്ങനെ നമ്മുടെ പരിപ്പുവട ഇട്ടിട്ടുണ്ട്. തിളയ്ക്കുന്നുണ്ട്. സെറ്റാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒറ്റ കൈ കൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് പരിപ്പുവടയൊന്നും ഇങ്ങനെ രണ്ട് കൈ വേണം, നമുക്ക് ഇങ്ങനെ പരത്തിയൊക്കെ ഇട്ട് കൊടുക്കാൻ സാധിക്കില്ല. അതിനൊരു സംവിധാനം ഞാൻ ഉടനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മൂത്തെച്ചും നമുക്ക് നമ്മുടെ സാമ്പാറിന് നമ്മൾ കടുക് വറുക്കില്ലേ, അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനൊരു, നിങ്ങൾ ചെയ്യുന്നതാണെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യുന്നൊരു കാര്യം കാണിച്ചു തരാം. കടുക് വറുത്തതിന് ശേഷം നമ്മുടെ കഷ്ണങ്ങൾ, എല്ലാ കഷ്ണങ്ങളും എടുക്കില്ല, വെണ്ടയ്ക്കയും കത്തിരിക്കയും വെച്ചിട്ട് കടുക് പിന്നീട് വറുത്തിട്ടാലും മതി. 2 പ്രാവശ്യം ആവണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഇത് ചെയ്തെന്ന് വെച്ചിരുന്നാൽ ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യും. കടുക് വറുത്തിട്ട് അതിന് ചേർത്തിട്ട് ഈ വെണ്ടയ്ക്കയും ഈ കത്തിരിക്കയും നല്ലൊന്ന് ഉപ്പും കൂടെ വെച്ചിട്ട് പുറത്തിടും. പുറത്തെന്ന് പറയുമ്പോൾ വാട്ടിയെടുക്കും. അപ്പോൾ കഷ്ണം കുറച്ചും കൂടി സാമ്പാർ ടേസ്റ്റും കാണും. നല്ലതുപോലെ വെണ്ടയ്ക്ക വെന്തങ്ങോട് ഉടഞ്ഞു പോകില്ല കേട്ടോ. ഇത് ഈ പാത്രം കണ്ടതിൻ്റെ എന്താ മൺചട്ടിയാണ് കേട്ടോ. നല്ല കൊണ്ടുപോയില്ലെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ. ഇത് ഞാൻ വാങ്ങിച്ചപ്പോഴേ നിങ്ങളെ കാണിക്കുമെന്ന് വെച്ചിട്ട് സാധിച്ചില്ല. അത് കാരണമാണ് അത് ഇപ്പോൾ കാണിക്കുന്നുണ്ടോ. നല്ല നമുക്ക് തോരനുണ്ടാക്കാനും കടുക് വറുക്കാനും അതുപോലെ വാട്ടാനൊക്കെ നല്ല പെട്ടെന്ന് നല്ലതായിട്ട് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ സെറ്റാക്കി തരാം. അങ്ങനെ നമ്മുടെ രസം ശരിയായി. ഇതാ വട പറക്കി രസത്തിലിട്ടിട്ടുണ്ട്. ഇത് കൊവുന്ന് വരുമ്പോൾ രസവട നല്ലോണം കുതിരണം കേട്ടോ. അപ്പോൾ നമുക്ക് കാപ്പ് കുടിക്കാനുള്ള ഏതാണ്ട് ഐറ്റങ്ങളെല്ലാം റെഡിയായി വരികയാണ്. ഇനി ചമ്മന്തി മാത്രമേ ഉള്ളൂ. അതും കൂടി സെറ്റാക്കിയിട്ട് ഒരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തരുന്നതാണ്. നമ്മുടെ സാമ്പാർ അങ്ങനെ റെഡിയായി വരികയാണ്. ഞാൻ വറുത്ത കഷ്ണങ്ങൾ അതിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഒരേറ്റവും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നല്ല ശരിയായി വരുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡി. പിന്നെ അടുത്ത് നമ്മുടെ പരിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ഏതാണ്ടായിട്ടുണ്ട്. ഉഴുന്നൂടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പരിപ്പ് ഉടനെ കൂടുതലുണ്ടാകുന്നത് നമുക്ക് രസം അവിടെ ഉണ്ടാക്കണം. വെറുതെ ഉണക്ക പരിപ്പ് കൂടെ തിന്നണം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്രിസ്പി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഇഡലിതാ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞു. സൂപ്പർ അടിപൊളി ഇഡലി ഉണ്ട്, നല്ല ഉപ്പ് പോലെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചമ്മന്തിയും എന്താ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ഇഡലി എടുത്തു.
അടിപൊളി സാമ്പാർ ഒഴിച്ചു. ഞാനാണ് പറഞ്ഞിട്ട് അടിപൊളിയൊന്നും നിങ്ങൾ കഴിക്കാതെ. സാമ്പാർ ഒഴിച്ചു. നമുക്ക് ഒരു ദിവസം അവിടെ വയ്ക്കാം. പിന്നെ കുറച്ച് ചമ്മന്തിയും വയ്ക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ദീപാവലി സ്പെഷ്യൽ കേട്ടോ. ഇനി ഒരൈറ്റവും കൂടി ഉണ്ട്. നിങ്ങൾ കണ്ടു, ഇവിടെ ആരും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അടിപൊളിയല്ലേ? അപ്പൊ എല്ലാവരും കഴിച്ചോളുക. നിങ്ങളെല്ലാവരും കഴിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും എൻ്റെ ഇതും കൂടെ ഒന്ന് കാണുക. കൊള്ളാമോ ഇങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോൾ ഹാപ്പി ദീപാവലി എല്ലാവർക്കും ഒരിക്കൽ കൂടി. ബായ്. ഇവിടെ എല്ലാവരും കഴിച്ചു തുടങ്ങി. ഹലോ, ചായ തന്നില്ല, മറന്നു. ചായ കൂടെ എടുത്തോളൂ. ഓക്കെ, ബൈ, സി യു.